രാത്രി 11 മണി കഴിഞ്ഞു. നമ്മുടെ കുട്ടി പൂച്ച അപ്പുറത്തെ അവൾ ഷെഡിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഞാൻ പറഞ്ഞു ഓറഞ്ചിൻ്റെ പിന്നാലെ നടക്കാന്. ഓറഞ്ച് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പോയി അപ്പുറത്തെ വീട്ടിൻ്റെ മേലത്ത് കിടക്കാം. അപ്പുറത്തെ വീട്ടിൻ്റെ മേലെ ഈ വീട്ടിൻ്റെ മേലെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ആരെ കൂട്ടാപ്പിയെ അതോ ഒരാൾ ചാടി എന്ത് പിടിക്കുന്നു പാറ്റിയേ വല്യേ നോക്കി ചാടി നോക്കിട്ട് കുട്ട പിടിച്ചാട്ട ഇക്ക കൊണ്ട് വരണ്ട കേട്ടാ. ഇക്ക ഷാർട്ടിടാണ്ട് നടക്കുന്നുണ്ട്. അയ്യോ എന്തോ പല്ലിയടാ. ആ കറുപ്പം കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവനും ചാടും. പിടിച്ചോ പിടിച്ചോ പിടിച്ചു പിന്നെ എവിടെ പല്ലിന് പണ്ട് പോയി. അത് പല്ലിയൊന്നല്ല, വേറെ ഒരു ചെറിയൊരു ഇതില്ല എന്താ പറയാ വാറാമലിന്റെ ഇത് ആടുന്നുണ്ട്. അവര് വിചാരം അത് എന്തോന്ന് കഴിഞ്ഞിട്ടേ കാറ്റ് താടുന്നുണ്ട്. പല്ലിക്കതേ വാറാമലിന്റെ അതില്ലേ ഞാൻ കണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടാ. പല്ലിയുണ്ടോ അവിടെ? ഞാൻ ഫ്രണ്ട് ഡോർ തുറന്നുണ്ട് കൂട്ട് കയറിയത്. എന്ത് പല്ലിയുണ്ട് ഇല്ലേ? ഞാൻ വിചാരിച്ചത് ഇതിൽ കണ്ടിട്ടായിരിക്കുന്നത്. എന്ത് പറ്റിയത്? പിടിച്ച പിടിച്ച എവിടെ കുട്ടപ്പോ പാലോട്ട് നിൽക്കണില്ലേ? രാത്രി അതിന് ഉറപ്പൊന്നും ഇല്ലടാ നിനക്ക്. നമ്മൾ എപ്പോഴാണ് കിടക്കുന്ന ആ സമയം വരെ നടക്കണ്ടില്ല. നിങ്ങളടുത്ത് പറയണോ പരിതാന്റെ തിന്നാൻ വേണം. ഇപ്പൊ തിന്നാൻ ചോദിക്കണേണ്ടാ എന്താ വേണ്ടി ഇതന്നെ പണി. 3 നേരം 4 നേരം ഒന്നുമല്ല ഇപ്പൊ. എന്റെ കുട്ടിക്ക് ഇട്ട് കൊടുക്കും. പുറത്തേക്ക് ചാപ്പിലെ പൊന്നെ കുട്ടാപ്പി തല്ലു. പൊന്നെ കുട്ടാപ്പി ഇവനെ കൂടെ തല്ലൂടാൻ നിന്ന നമ്മുടെ പുറത്ത് നമ്മുടെ പൂച്ച തിന്നു കഴിഞ്ഞാൽ അവൾ അകത്തേക്ക് വരൂല. അകത്ത് വന്നാൽ ഞാൻ പുറത്തേക്ക് വിടില്ല എന്നറിയാം. അതുകൊണ്ട് വരില്ല. ഭക്ഷണം കഴിക്കാൻ വരുള്ളൂ. കഴിച്ചുകൊണ്ടിരിക്കുക. കഴിയിട്ടില്ല. ഓറഞ്ച് അത് ശരിയാ. ഓറഞ്ച് വന്നാൽ അവളെ തിന്നാൻ പറ്റില്ല. ഓറഞ്ചിന്റെ കൂടെ നടക്കലൊക്കെ ശരി തന്നെയാണ്. എവിടെ എവിടെ നീ മേലെ ഇറങ്ങിയാ കഴിച്ചു മോൾ കഴിച്ചിരുന്നാ പൊന്നി കഴിക്കുന്നിട്ട് പോയി ഷെഡിലേക്ക് കയറിയാന്ന്. രാത്രി 12 മണിയിൽ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പകുതി ഇങ്ങനെ നടക്കല്ലേ പുറത്ത് തണുപ്പത്തൊക്കെ പിടിച്ചൊക്കെ ഇട്ടണ്ടേ. അടുത്ത് പോയിട്ട് ഞാൻ ഇന്നാളെ പിടിച്ചായിരുന്നു. ചാടി ആരാ ഓറഞ്ച് ഉണ്ട്. ഞാൻ പിടിച്ചപ്പോ മോളൊന്ന് വിളി കേട്ടെ. നീ കഴിച്ചു അപ്പോഴും ഓറഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യണുണ്ടാ.